മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഒരു സാധനം മാറ്റില്ല വെച്ചാൽ കൈയിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം കിട്ടും. എന്താ സംഭവം എന്നല്ലേ, ഇതാണ് നമ്മളെ ഗ്രിപ്പ്. അതായത് നമ്മൾ അറച്ച് എല്ലച്ച് ഗ്രിപ്പ്. ഈ ഗ്രിപ്പ് നമ്മൾ മഴയൊക്കെ ആവുന്ന സമയത്ത് എടുത്ത് വെള്ളമൊക്കെ ആവുന്ന സമയത്ത് തന്നെ പിടിക്കുന്ന സമയത്ത് നല്ല കയ്യിന് നല്ല രീതിക്ക് തന്നെ പെയിനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്രിപ്പ് മാറ്റുന്ന വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വണ്ടിത്തെ ഗ്രിപ്പ് ഇത് രണ്ടാമത്തെ തവണയായിട്ട് മാറ്റുന്നത്. ഒരു വട്ടം നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ ഇട്ടതാണ്. പിന്നെ ഇതുണ്ട് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. കൈയൊക്കെ നല്ല വേദനയാണ് നമ്മൾ മഴയത്തൊക്കെ കൈ ഇതിൽ പിടിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മാറ്റാൻ വേണ്ടി അധികം പണിയൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു കാണുന്ന എൻഡ് ഗ്രിപ്പ് അതേപോലെ ഹാൻഡിൽ ബാലൻസർ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഊരിയെടുക്കുക. അങ്ങനെ നമ്മൾ രണ്ട് സൈഡത്ത് ഇതേപോലെ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഗ്രിപ്പ് ഇതേപോലെ ഒന്ന് ഊരിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ പശ ഇടാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പശ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ പശയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചുമ്പോൾ നേരെ ഇതേപോലെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആ പുതിയ ഗ്രിപ്പ്. ഇത് നമ്മൾ ഇനി നേരെ നമ്മൾ ഈ വണ്ടിയിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വല്ല തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ പുറത്തോട്ട് ആ ഒരു എൻ്റെ എൻഡ് ഭാഗം പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ എൻഡ് ഗ്രിപ്പ് ഇല്ലാത്ത ടൈപ്പ് വണ്ടികളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പശ ഇട്ടിട്ട് ഇടയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് ഊരിപ്പൂരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ബാലൻസറും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലത്തെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റൈറ്റത്താണ് അഴിക്കണത്. റൈറ്റത്ത് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു മൗണ്ടുമായിട്ടുള്ള സ്വിച്ച് അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഈ ത്രോട്ടിൽ ഗ്രിപ്പ് അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ അസംബ്ലി ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ അത് അഴിക്കാനായിട്ട് ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്. അടിയിലും വരുന്നുണ്ട്, മുകളിലും വരുന്നുണ്ട്. ചില വണ്ടികളുടെ അടിഭാഗത്തായിരിക്കും. അപ്പോൾ ഇതൊന്ന് അഴിച്ചെടുക്കുകയാണ് നമ്മൾ രണ്ടും. അങ്ങനെ 2 സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സ്ക്രൂ രണ്ടും എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഉള്ളിൽ ആ ഒരു ത്രോട്ടിലിൻ്റെ കേബിൾ ഇതിന്ന് അഴിച്ചെടുക്കണം കേട്ടോ. നമുക്കപ്പോൾ അഴിച്ചെടുക്കാനായിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം കണ്ടോ, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു കേബിൾ ഇവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കട്ടിങ്ങിൽ നമ്മൾ ആ ഒരു കേബിളൊന്നും എടുത്തിട്ടാണ്. അതിനുശേഷം നമ്മൾ ആ ഗ്രിപ്പ് ഊരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്ത് വലിയ കംപ്ലൈൻറ്റും കാര്യമൊന്നും കാണാനില്ല. എന്നിട്ട് ഈ പുറത്ത് ഈ റബ്ബർ മാത്രമാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്ന് ഭയങ്കര ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത് മാറ്റിയത് കൊണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ പൊടിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി നമ്മൾ നേരെ കുറച്ച് ഓയിൽ ഇട്ടതിന് ശേഷം നമുക്ക് ആ ഗ്രിപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ മാത്രം ഇടാൻ ശ്രമിക്കുക കേട്ടോ. ചില ഗ്രീസും കാര്യങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ടൈറ്റ് ഫീൽ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ മാത്രം ഇടാൻ ശ്രമിക്കുക. ഇതേപോലെ സ്മൂത്തായിട്ട് കണ്ടോ ഇങ്ങനെ കറങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് ശേഷം മാത്രം നമ്മൾ കേബിൾ ഇതിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേബിൾ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുന്നേറ്റ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ബോൾട്ട് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ആ ഒരു കേബിളിൻ്റെ എൻഡ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ത്രോട്ടിൽ ഗ്രിപ്പ് ഇടാൻ പറ്റുള്ളൂ. അതായത് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മുകളിലോട്ട് ആ കേബിൾ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കേബിളിന് നേരെ നമുക്ക് ആ ഒരു ഗ്രിപ്പിലിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ കേബിൾ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഗ്രിപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു മൗണ്ട് അടച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം കേട്ടോ. നമ്മൾ ആ ഒരു അടിച്ചെടുത്ത് സ്ക്രൂ ഇട്ടിട്ട് സെറ്റാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമ്മൾ ആ ഊരിയെടുത്ത ആ ഒരു ബാലൻസറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ നേരത്തെ ലൂസ് ചെയ്ത് വെച്ച ആ ഒരു ത്രോട്ടിൻ്റെ ഫ്രീ പ്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റാക്കി സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 ഗ്രിപ്പും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡത്തെ ഗ്രിപ്പ് കടന്ന് തിരിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പശയുടെ ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.